ഹലോ എവ്രിവൺ, എല്ലാവർക്കും PSC MCQ സോണിൻ്റെ മറ്റൊരു PYQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേരള ജോഗ്രഫിയാണ്. കേരള ജോഗ്രഫി സിലബസിൽ നിന്ന് ഡിഗ്രി തല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോ ക്വസ്റ്റിനും സ്വയം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് മാത്രം ആൻസർ ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുക കേട്ടോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement best explains the multifaceted impact of Palakkad Gap on regional climate and human activities? പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തനങ്ങളിലുമുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ ഞാൻ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വായിക്കാമേ. It prevents the penetration of the southwest monsoon winds into Tamil Nadu, leading to arid conditions in the region. ഇത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു, അതിനാൽ അവിടം വരണ്ട പ്രദേശമായി മാറുന്നു. ബി, ഇറ്റ് പ്രിവെന്റ്സ് ആസ് എ ബയോഡൈവേഴ്സിറ്റി ബാരിയർ, ലിമിറ്റിംഗ് ദ മൂവ്മെന്റ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണ ബിറ്റ്വീൻ വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ദി ഡക്കാൻ പ്ലാറ്റോ. ഇത് ജൈവ വൈവിധ്യത്തിന് ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നു, പശ്ചിമഘട്ടത്തെയും ഡക്കാൻ പീഠഭൂമിയെയും തമ്മിൽ വേദിച്ചു പറക്കുന്ന സസ്യജാലത്തിന്റെയും ജീവജാലത്തിന്റെയും പ്രചാരണം നിയന്ത്രിക്കുന്നു. സി, it acts as a climate gateway, allowing moisture-laden winds to influence rainfall patterns while also shaping economic and historical connectivity. ഇത് കാലാവസ്ഥാ ഗേറ്റ്വേ ആയി പ്രവർത്തിക്കുന്നു, ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. ഡി, ഇറ്റ് ഈസ് പ്രൈമർലി സിഗ്നിഫിക്കൻറ്റ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ വിത്ത് മിനിമൽ ഇൻഫ്ലുവൻസ് ഓൺ ക്ലൈമറ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഇൻ വെസ്റ്റേൺ ഗാട്സ്. ഇതിന്റെ പ്രധാന പ്രസക്തി ഗതാഗതവുമായി ബന്ധപ്പെട്ടതാണ്. കാലാവസ്ഥയിലോ ജൈവ വൈവിധ്യത്തിലോ അത്ര പ്രധാന സ്വാധീനം ഇല്ല. നോക്കിയേ, ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കാം. പാലക്കാട് ഗ്യാപ്പിനെ കുറിച്ചിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ആ ചോദിച്ചേക്കുന്നത്. പാലക്കാട് ഗ്യാപ്പിന്റെ ഇമ്പാക്ട് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ, ഇറ്റ് പ്രിവെന്റ്സ് പെനട്രേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇൻ ടു തമിഴ്നാടു ലീഡിംഗ് ടു അർ കണ്ടീഷൻ ഇൻ ദി റീജിയൻ. അത് ശരിയാണോ? ആക്ച്വലി പാലക്കാട് ഗ്യാപ്പ് പശ്ചിമഘട്ടത്തിലെ ഒരു വിടവാണ്. പശ്ചിമഘട്ട റേഞ്ചസിൽ വന്നേക്കുന്ന ഒരു ഗ്യാപ്പാണ് പാലക്കാട് ഗ്യാപ്പ്. ഓക്കെ, കണ്ടോ, ഈ കണ്ടിന്യൂസ് റേഞ്ചസിന്റെ ഇടയിൽ വന്നേക്കുന്ന ഒരു ഗ്യാപ്പ്, ഇതാണ് പാലക്കാട് ഗ്യാപ്പ്. അപ്പൊ അതൊരു ഒരിക്കലും ബാരിയർ ആവാനായിട്ട് സാധിക്കില്ല. വെസ്റ്റേൺ ഘാട്ട് ഒരു ബാരിയർ ആണ് കേട്ടോ. വെസ്റ്റേൺ ഘാട്ട് മലനിരകളാണ്, അതൊരു തടസ്സം തന്നെയാണ്. പക്ഷെ പാലക്കാട് ഗ്യാപ്പ് ആ തടസ്സത്തിന്റെ ഇടയിൽ വന്ന ചെറിയൊരു ബ്രേക്ക് ആണ്. അപ്പൊ പാലക്കാട് ഗ്യാപ്പിനെ എങ്ങനെ ഒരു ബാരിയർ ആവാനായിട്ട് സാധിക്കുക? ബാരിയർ അല്ല. അപ്പൊ എന്താ, അത് പ്രിവെന്റ് ചെയ്യുകയില്ല. അപ്പൊ ഈ ഓപ്ഷനും തെറ്റാവും. ഇവിടെ ബയോഡൈവേഴ്സിറ്റി ബാരിയർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ, അതും എന്താ, തെറ്റാവും. പിന്നെ ഇറ്റ് ഈസ് പ്രൈമർലി സിഗ്നിഫിക്കൻറ്റ് ഫോർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലൈമറ്റ് ബയോഡൈവേഴ്സിറ്റിയിലൊന്നും ഒരു ഇൻഫ്ലുവൻസും ഇല്ലേ? അത് തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതൊരു ക്ലൈമറ്റിക് ഗേറ്റ്വേ ആയിട്ട് ആണ് മെയിൻ ആയിട്ടും നമ്മൾ ഇതാക്കുന്നത്. ഒരു ക്ലൈമറ്റിക് ഗേറ്റ്വേ ആണ് പാലക്കാട് ഗ്യാപ്പ്. കാരണം ഈ അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ ഓഷ്യനിൽ നിന്നുമൊക്കെ ഈർപ്പവുമായിട്ട് വരുന്ന കാറ്റ് എങ്ങനെ നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിൽ നിന്ന് തടഞ്ഞു നിർത്തി കേരളത്തിന് മഴ കിട്ടുന്നു അല്ലെ, അതുപോലെ തന്നെ ഇതിനെ ഇങ്ങോട്ടേക്ക് കടക്കാനുള്ള ഒരു ഗേറ്റ്വേ ആയിട്ട് പാലക്കാട് ഗ്യാപ്പിനെ കണ്ടുവരുന്നു. അതായത് തമിഴ്നാട്ടിലെ കുറച്ച് ഏരിയാസിലെങ്കിലും സൗത്ത് വെസ്റ്റ് മൺസൂൺ മൂലം മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് ഗ്യാപ്പ് കാരണമാണ്. അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് ഹിസ്റ്റോറിക്കൽ കണക്ടിവിറ്റി ഉണ്ട്. ഇത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഏരിയ ആണിത് കേട്ടോ. അപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു മേജർ കണക്റ്റിംഗ് പോയിന്റ് ആണ് പാലക്കാട് ഗ്യാപ്പ്. അതൊരു ഹിസ്റ്റോറിക്കൽ ആൻഡ് എക്കണോമിക് കണക്ടിവിറ്റി. ഈ പാലക്കാട് ഗ്യാപ്പിന്റെ ആ ഒരു ഭാഗത്താണ് വാളയാർ ചെക്ക് പോസ്റ്റ് ഒക്കെ. അപ്പൊ അവിടെ ഒരു നല്ല എക്കണോമിക് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ നടക്കുന്ന സ്ഥലമാണ് പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ 30 കിലോമീറ്റർ വൈഡ് ബ്രേക്ക് ആണ്. 30 കിലോമീറ്റർ വൈഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ദി വെസ്റ്റേൺ ഗാട്സ് സാധാരണ എന്താ ചെയ്യുക, വിൻസിനെ ബ്ലോക്ക് ചെയ്ത് വെക്കും അല്ലെ, പോണ്ട, നിങ്ങൾ കേരളത്തിൽ മാത്രം നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഈ മൺസൂൺ വിൻസിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ പാലക്കാട് ഗ്യാപ്പിൽ കൂടെയാണ് പാലക്കാട് ഗ്യാപ്പിൽ കൂടെയാണ് മൺസൂൺ വിൻസ് എങ്ങോട്ട് പോകുന്നത്? കോയമ്പത്തൂർ ഭാഗത്തോട്ട്, തമിഴ്നാടിന്റെ കോയമ്പത്തൂർ ഭാഗത്തോട്ട് പോകുന്നു. ഓക്കെ, അല്ലെങ്കിൽ പാലക്കാട് ഗ്യാപ്പ് ഇല്ലെങ്കിൽ അത് വെറും ഒരു വരണ്ട പ്രദേശമായിട്ട്
മാറിപ്പോകും. റെയിൻ ഷാഡോ റീജിയനിൽ കിടക്കേണ്ട ഏരിയ ആണ്. പാലക്കാട് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അപ്പോൾ പാലക്കാട് ഗ്യാപ്പ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഘാട്സിലെ ഒരു പ്രോമിനന്റ് ബ്രേക്ക് ആണ്. 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ് അതിന്റെ വിഡ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ ഒരു നാച്ചുറൽ കോറിഡോർ ആണ് കേരളത്തിന് പാലക്കാടിനെയും അതുപോലെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്ന ഒരു നാച്ചുറൽ കോറിഡോർ ആണ് പാലക്കാട് ഗ്യാപ്പ്. ഇതിലൂടെ ഒഴുകുന്ന പുഴയാണ് ഏത് പുഴ? ഭാരതപ്പുഴ കേട്ടോ. ഭാരതപ്പുഴയാണ് ഒഴുകുന്നത്. ആനമലൈ ആൻഡ് നീൽഗിരി ഹിൽസിന്റെ ഇടയിലാണ്. ആനമലൈ ആൻഡ് നീൽഗിരി ഹിൽസ്. അതുപോലെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നെല്ലിയാമ്പതി ഹിൽസ് ആൻഡ് നീൽഗിരി ഹിൽസ് എന്നും പറയാം കേട്ടോ. അത് PYQ ആണ് നെല്ലിയാമ്പതി ഹിൽസ് എന്നുള്ളത്. അപ്പൊ ആനമലൈ ആൻഡ് നീൽഗിരി ഹിൽസ്. അതുപോലെ ഇതിലെ കൂടെ പോകുന്ന ഒരു ഹൈവേ ഉണ്ട്, അതാണ് NH544. NH544 ഇത് സേലത്തെയും എറണാകുളത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഹൈവേ ആണ് കേട്ടോ, NH544. അതുപോലെ തന്നെ അറേബ്യൻ സീയിൽ നിന്ന് വരുന്ന കാറ്റിനെ കടത്തി തമിഴ്നാട്ടിലേക്ക് മഴ എത്തിക്കുന്നത് പാലക്കാട് ഗ്യാപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ആണ് പാലക്കാട് ഗ്യാപ്പ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അണ്ടർ ഐക്കർ ഈസ് ഇൻകറക്ട്ലി പെയ്ഡ്? ഐക്കർ എന്താ? ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്. ഐക്കറിന്റെ കീഴിൽ വന്നിട്ടുള്ള ഏത് കാർഷിക ഗവേഷണ കേന്ദ്രമാണ് തെറ്റായി പെയർ ചെയ്തിരിക്കുന്നത്? ഓക്കെ, തെറ്റ് ഏതാണെന്നാണ് ചോദ്യം. ആദ്യത്തത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. കേന്ദ്ര പ്ലാന്റേഷൻ ക്രോപ്സ് ഗവേഷണ കേന്ദ്രം കേട്ടോ, കാസർഗോഡ്. ബി സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം. സി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇടുക്കി. അതുപോലെ ഡി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CMFRI കൊച്ചി. അതിനകത്ത് ഏതാണ് തെറ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്? ഒരു ടോപ്പിക്കാണ്, നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്കാണ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റേഴ്സ്. അതിനകത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കിപ്പോകാം. ഫസ്റ്റ്, സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ്. കേന്ദ്ര പ്ലാന്റേഷൻ വിളവ് ഗവേഷണ കേന്ദ്രം കാസർഗോഡാണോ? കറക്റ്റ് ആണ് കേട്ടോ, അത് കാസർഗോഡാണ്. അടുത്തത് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണോ? കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്താണോ? അതെ, ഉത്തരം ശരിയാണ്. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇടുക്കിയാണോ? നിങ്ങൾ ഈ സ്പൈസസ് ഒക്കെ ഒരുപാട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ആയതുകൊണ്ട് ഇടുക്കി ആവാം ആൻസർ എന്ന് ഗസ് ചെയ്യരുത്, കാരണം അത് തെറ്റാണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് അങ്ങ് കോഴിക്കോടാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ആണ് തെറ്റ്. അടുത്തത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി തന്നെയാണ്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇടുക്കി അല്ല, കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, തെറ്റിക്കരുത് കേട്ടോ. സുഗന്ധ വ്യഞ്ജന ഗവേഷണ കേന്ദ്രമാണ്. അതുപോലെ വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൂടെ നോക്കാം. വന ഗവേഷണ കേന്ദ്രം ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂരുള്ള പീച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂര് പീച്ചി, ഒന്നുകൂടെ പറഞ്ഞേ, തൃശ്ശൂര് പീച്ചി. അതുപോലെ റബ്ബർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് സെന്റർ ഇസ് സിറ്റുവേറ്റഡ് ഇൻ കോട്ടയത്താണ് റബ്ബർ റിസർച്ച് സെന്റർ. പൈനാപ്പിൾ റിസർച്ച് സെന്റർ എവിടെയാണുള്ളത്? വെള്ളാനിക്കര കേട്ടോ, തൃശ്ശൂര് വെള്ളാനിക്കര. അതുപോലെ പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ എവിടെയുള്ളത്? മാറിപ്പോരുത്, സെന്ററും സ്റ്റേഷനും മാറരുത്, കാരണം പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ ചോദിച്ചിട്ടുള്ളതാണ്. പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ എവിടെയുള്ളത്? വാഴക്കുളം, എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്ന സ്ഥലത്താണ് പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The Silent Valley National Park in Kerala is renowned for conserving which type of forest ecosystem? ഏത് വന ആവാസ വ്യവസ്ഥയാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്നത്? മാൻഗ്രോവ് ഫോറസ്റ്റ്, കണ്ടൽക്കാടുകളാണോ? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളാണോ? ഉഷ്ണമേഖല മഴക്കാടുകളാണോ? ഡെസിഡിയസ് ഫോറസ്റ്റ്, ഇലപൊഴിയും കാടുകളാണോ? മൗണ്ടൻ ഗ്രാസ് ലാൻഡുകളാണോ? പുൽമേടുകളാണ്. മൗണ്ടൻ ഗ്രാസ് ലാൻഡ്സ് ആണ് ഷോള ഫോറസ്റ്റ്, ആ ഒരു ഫീച്ചറിനെയാണ് മൗണ്ടൻ ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്നത്. ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. സൈലന്റ് വാലി എന്തിനാണ് ഫേമസ്?
സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. മഴക്കാടുകളാണ് സൈലന്റ് വാലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാസ്റ്റ് റിമൈനിങ് സ്ട്രെച്ചസ് ഓഫ് ട്രോപ്പിക്കൽ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ് ആണ്, നമുക്ക് നിത്യഹരിത വനമാണ് കാണാൻ സാധിക്കുന്നത് സൈലന്റ് വാലിയിലാണ്. കേരളത്തിലെ ഏക കന്യാവനമാണ് വെർജിൻ ഫോറസ്റ്റ്. കാരണം അൺടച്ച്ഡ് ആയിട്ട് കിടക്കുന്ന, അതായത് മനുഷ്യന്റെ ഓരോ ക്രൂരതകളും എക്സ്പ്ലോയിറ്റേഷനും മൂലം അധികം അനുഭവിക്കേണ്ടി വരാത്ത ഒരു ഏരിയയാണ് സൈലന്റ് വാലി. അവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഒക്കെ പ്രപ്പോസ്ഡ് ആയിരുന്നു അല്ലെ, ഒരുപാട് പ്രൊട്ടസ്റ്റുകൾക്ക് ശേഷം അത് നടന്നില്ല. അപ്പം നമ്മൾ അത്രയും പ്രൊട്ടക്ട് ചെയ്ത് വരുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആണ് സൈലന്റ് വാലി. വളരെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കുന്ന വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഇത് ഏത് ജില്ലയിലാണുള്ളത്? പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സൈലന്റ് വാലി നാഷണൽ പാർക്കിനെ കുറിച്ച് കുറച്ച് ബേസിക് ഫാക്ട്സ് നോക്കാം. ഓൺലി വെർജിൻ ഫോറസ്റ്റ് ഇൻ കേരള. വെർജിൻ ഫോറസ്റ്റിന്റെ ഐഡിയ ഇതാണ്. പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഓൾമോസ്റ്റ് നിൽക്കുന്നത്. അതായത് മനുഷ്യ ഇടപെടലുകൾ മൂലം അധികം ഭംഗം വരാത്ത ഒരു ഏരിയ ആണ് വെർജിൻ ഫോറസ്റ്റ്. അപ്പോൾ ഓൺലി വെർജിൻ ഫോറസ്റ്റ് ഇൻ കേരള ആണ്. അതുപോലെ 148 സ്ക്വയർ കിലോമീറ്റർ ആണ് വിസ്തീർണം. സൈലന്റ് വാലി എന്ന പേര് വരാൻ കാരണം അവിടെ ചീവീടുകളില്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പിൻ ഡ്രോപ്പ് സൈലൻസ് അല്ല സൈലന്റ് വാലി. ബാക്കിയുള്ള സൗണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ ചീവീടുകളില്ല. സൈലന്റ് വാലിയെ ഒരു നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കുന്നത് 1984 നവംബർ 5-നാണ്. നവംബർ 1984 സൈലന്റ് വാലി മൂവ്മെന്റ് നടക്കുന്നുണ്ട്. സൈലന്റ് വാലിയിൽ വരാനിരുന്ന ഒരു പ്രോജക്റ്റിന് എതിരായിട്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിരുന്നു, അതിനെതിരായിട്ട് ഒരു സൈലന്റ് വാലി മൂവ്മെന്റ്, കേരളത്തിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാരിസ്ഥിതിക മൂവ്മെന്റ് ആയിരുന്നു സൈലന്റ് വാലി മൂവ്മെന്റ് കേട്ടോ. അതിന്റെ കോൺസിക്വൻസ് ആയിട്ടാണ് സൈലന്റ് വാലിയെ ഒരു നാഷണൽ പാർക്കായിട്ട് 1984 നവംബർ 15 പ്രഖ്യാപിക്കുന്നത്. ഇത് നിൽഗിരി ബയോസ്ഫിയർ റിസർവിന്റെ കോർ ഏരിയയിൽ ഉൾപ്പെട്ടതാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. അതുപോലെ ഇവിടെ അധിവസിക്കുന്ന ട്രൈബൽ പീപ്പിൾ ആണ് കുറുമ്പ, മുതുക, ഇരുള, കാട്ടുനായ്ക്കർ തുടങ്ങിയവർ. ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പീഷ്യസ് ഇതാണ്. ഈ ഒരു സൈലന്റ് വാലിക്ക് ഫേമസ് ആയിട്ടുള്ള സ്പീഷ്യസ് ഏതാ? ലയൺ ടെയിൽഡ് മക്കാക്സ് ആണ്, അതായത് സിംഹവാലൻ കുരങ്ങുകളാണ്. ഇവ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു തരം മരങ്ങളാണ് വെടിപ്ലാവുകൾ കേട്ടോ. ഈ വെടിപ്ലാവിന്റെ ഫ്രൂട്ട്സ്, അതുപോലെ വെടിപ്ലാവുകളിലാണ് കൂടുതൽ സിംഹവാലൻ കുരങ്ങുകൾ അധിവസിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ബയോഡൈവേഴ്സ്, ജൈവ വൈവിധ്യമാർന്ന നാഷണൽ പാർക്കാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. എന്നാൽ സൈലന്റ് വാലിയിൽ ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. മാറിപ്പോവരുത്, ഒഴുകുന്നത് കുന്തിപ്പുഴയും ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയുമാണ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഓൺ വെസ്റ്റേൺ ഗാട്സ്. വിച്ച് വൺ ഇസ് കറക്റ്റ്? പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത്? ഓപ്ഷൻ എ, വെസ്റ്റേൺ ഗാട്ട് ഈസ് എ യങ് ഫോൾഡ് മൗണ്ടൻ. പശ്ചിമഘട്ടം ഒരു ഇളം മടങ്ങ് മലനിരയാണ്. ബി, വെസ്റ്റേൺ ഗാട്ട് വാസ് ഫോംഡ് ഇൻ ടേർഷ്യറി പീരീഡ്. പശ്ചിമഘട്ടം മൂന്നാമത്തെ കാലയളവിലാണ് രൂപീകൃതമായത്. സി, വെസ്റ്റേൺ ഗാട്ട് ഈസ് എൻ എസ്കാർപ്മെന്റ്. പശ്ചിമഘട്ടം ഒരു എസ്കാർപ്മെന്റ് ആണ്. ഡി, പശ്ചിമഘട്ടം പാറകളുടെ അവശിഷ്ടം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. വെസ്റ്റേൺ ഗാട്ട് ഇസ് കമ്പോസ്ഡ് ഓഫ് സെഡിമെന്ററി റോക്സ്. അപ്പൊ നിങ്ങൾ ജോഗ്രഫി ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് സെഷൻ നോക്കുക. മലയാളം ഇച്ചിരി കൺഫ്യൂസിങ് ആണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് സെഷൻ ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. നോക്കേ, വെസ്റ്റേൺ ഗാട്ട് ഒരു യങ് ഫോൾഡ് മൗണ്ടൻ ആണോ? വെസ്റ്റേൺ ഗാട്ട് ഫസ്റ്റ് ഓഫ് ഓൾ യങ് ആണോ? ഹിമാലയ ഒരു യങ് മൗണ്ടൻ ആണ്. വെസ്റ്റേൺ ഗാട്ട് യങ് മൗണ്ടൻ ആണോ? അല്ല, വെസ്റ്റേൺ ഗാട്ട് യങ് മൗണ്ടൻ അല്ല. ടേർഷ്യറി പീരീഡിൽ ഫോം ആയി എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? അതും തെറ്റാണ്. വെസ്റ്റേൺ ഗാട്ട് എസ്കാർപ്മെന്റ് ആണോ? എസ്കാർപ്മെന്റ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. എസ്കാർപ്മെന്റ് എന്നാൽ ചെങ്കുത്തായിട്ടുള്ള ഒരു ചരിവാണ്, വളരെ സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ സാധാരണ മൗണ്ടെയിൻസ് ഒക്കെ ഇങ്ങനെ ഒരു അത്ര സ്റ്റീപ്പ് അല്ലാത്ത സ്ലോപ്സ് ആണ് ഉണ്ടാവുക അല്ലെ. പക്ഷെ വെസ്റ്റേൺ ഗാട്ട് ഒരു എസ്കാർപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഭാഗം എങ്ങോട്ടോ ഇങ്ങനെ വിട്ടുപോവുക. ഒരു ഭാഗം ഇത് വലിയൊരു മലയായിരുന്നു, ഇതിന്റെ ഇവിടെ നിന്ന് മുറിഞ്ഞു പോവുക. ഇത് വേറൊരു സ്ഥലത്തും ഇത് വേറൊരു സ്ഥലത്തും ആയി പോവുക. അപ്പൊ ഇവിടെ ഈ ഭാഗം എന്തായി മാറും? ഒരു ചെങ്കുത്തായിട്ടുള്ള ഭാഗമായിട്ട് മാറും അല്ലെ, ഇങ്ങനെ ആയിട്ട് മാറും. അതാണ് എസ്കാർപ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇതിന്റെ കഥ ഇത്തിരി പഴയ കഥയാണ്. കാരണം പാൻജിയ എന്നുള്ളൊരു സൂപ്പർ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിനകത്ത് പാൻജിയ എന്നുള്ളൊരു സൂപ്പർ കോണ്ടിനെന്റ് എന്തായിട്ട് മാറുന്നു? ലൊറേഷ്യയും ഗോണ്ട്വാന ലാൻഡുമായിട്ട് മാറുന്നല്ലേ. അപ്പൊ ഈ ഗോണ്ട്വാന ലാൻഡ് എന്ത് ചെയ്യുന്നു? പിന്നീട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പെനിൻസുല, ഇന്ത്യൻ പെനിൻസുല എന്ന് പറയുന്നത് ഗോണ്ട്വാന ലാൻഡിന്റെ ഭാഗമായിരുന്നു അല്ലെ. അപ്പൊ അപ്പോഴെങ്ങാണ്ടോ ഈ സ്പ്ലിറ്റ് നടന്ന സമയത്ത് ഗോണ്ട്വാന ലാൻഡിന്റെ സ്പ്ലിറ്റ് നടന്ന സമയത്ത് വെസ്റ്റേൺ ഘാട്ടിന്റെ ഒരു ഭാഗം, ഞാൻ നേരത്തെ വരച്ച ആ ഒരു ഭാഗം ഇങ്ങോട്ട് പോയി, കടലിന്റെ അടിയിലേക്ക് പോയി. അതായത് നമ്മുടെ അറബിക്കടലുണ്ടല്ലോ, ആ കടലിന്റെ അടിയിലേക്ക് പോയി. അപ്പൊ ബാക്കിയായതാ ഈ ഒരു ഭാഗം മാത്രമാണ് വെസ്റ്റേൺ ഘാട്ടിന്റെ എസ്കാർപ്മെന്റ്. ഇതാണ്. അപ്പൊ വെസ്റ്റേൺ ഘാട്സ് ബേസിക്കലി ഒരു മൗണ്ടൈനെക്കാട്ടിലും എസ്കാർപ്മെന്റ് ആണ്, ചെങ്കുത്തായ ചെരുവുകളോടുകൂടിയുള്ള ഒരു ഏരിയ ആണ്, ഒരു ക്ലിഫ് പോലെയാണ്. പിന്നെ കാലങ്ങളോളം, കുറെ കാലമായില്ലേ, അപ്പൊ കാലങ്ങളോളം അതിനകത്ത് ഇറോഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചാണ് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആയത്. ഒരു ഫോൾട്ടഡ് എഡ്ജ്, അതിനെയാണ് നമ്മൾ എസ്കാർപ്മെന്റ്, ചെങ്കുത്തായിട്ടുള്ള ഒരു ചരിവ് കേട്ടോ, അതിനെയാണ് എസ്കാർപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വെസ്റ്റേൺ ഘാട്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നിങ്ങനെയൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഡെക്കാൻ പ്ലാറ്റ്യൂ, അങ്ങ് ഗുജറാത്തിലെ ഡെക്കാൻ പ്ലാറ്റ്യൂവിൽ തൊട്ട് തമിഴ്നാട്ടിലെ അരുവായ്മൊഴി വരെ നീളുന്ന ഒരു കണ്ടിന്യൂസ് സ്ട്രെച്ച് ഓഫ് മൗണ്ടൈൻ റേഞ്ച് ആണ്. ഇടയ്ക്കിടയ്ക്ക് പാസുകളുടെ ഗ്യാപ്പ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് സ്ട്രെച്ച് ഓഫ് മൗണ്ടൈൻ റേഞ്ച് ആണ് വെസ്റ്റേൺ ഘാട്ട്. പക്ഷെ ഈസ്റ്റേൺ ഘാട്സ് അങ്ങനെയാണോ? അല്ല. പശ്ചിമഘട്ടം കുറച്ച് കണ്ടിന്യൂസ് ആണ്. എന്നാൽ പൂർവ്വഘട്ടോ കണ്ടിന്യൂസ് ആണോ? അല്ല. പൂർവ്വഘട്ടം കണ്ടിന്യൂസ് അല്ല. ഇതിന്റെ ടോട്ടൽ ലെങ്ത് നോക്കിക്കേ, 1600 കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ ടോട്ടൽ ലെങ്ത്. വെസ്റ്റേൺ ഘാട്ടും ഈസ്റ്റേൺ ഘാട്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാ? നീൽഗിരി. ഇതൊരു ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ചോദ്യമാണ് കേട്ടോ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂടിച്ചേരുന്ന പ്രദേശമാണ് നീൽഗിരി. ഇവിടെ നിന്ന് പൂർവ്വഘട്ടം, ഇത് കണ്ടിന്യൂസ് അല്ല കേട്ടോ, ഇന്ന് നീൽഗിരിയിൽ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഘാട്ട് ആലപ്പുഴ ജില്ലയിൽ കൂടി മാത്രം പാസ് ചെയ്യുന്നത്. അതായത് ആലപ്പുഴ ജില്ലയിൽ വെസ്റ്റേൺ ഘാട്ടിന്റെ ഒരു ഭാഗവും ഇല്ല. അതുപോലെ തന്നെ കേരളത്തിലെ വെസ്റ്റേൺ ഘാട്ടിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 900 മീറ്റേഴ്സ് ആണ്. വെസ്റ്റേൺ ഘാട്ട് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. 2012 ഉൾപ്പെട്ടേക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഗ്യാപ്സ് 16 ആണ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതായിരുന്നു അത്? പാലക്കാട് ഗ്യാപ്പ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: അറേഞ്ച് ദ ഫോളോയിങ് റിവേഴ്സ് ഓഫ് കേരള അക്കോർഡിംഗ് ടു ഇറ്റ്സ് ലെങ്ത് ഫ്രം ഹൈയസ്റ്റ് ടു ലോവസ്റ്റ്. കേരളത്തിലെ നദികളെ അവരുടെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമീകരിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊക്കെയാ നദികളെന്ന് നോക്കാം. ചന്ദ്രഗിരി, ചാലിയാർ, പമ്പ, ഭാരതപ്പുഴ. ചന്ദ്രഗിരി, ചാലിയാർ, പമ്പ, ഭാരതപ്പുഴ. ഏറ്റവും വലിയ നദി ഏതാ ലെങ്ത്തിന്റെ കാര്യത്തില്? ഈ കൂട്ടത്തിലുള്ളത് ഭാരതപ്പുഴയാണല്ലേ. ഭാരതപ്പുഴ തന്നെയാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞ് ഭാരതപ്പുഴ സെക്കൻഡ് ലോങ്സ്റ്റ് ആണ്. ഫസ്റ്റ് ലോങ്സ്റ്റ് ഏതാ? ഏറ്റവും നീളം കൂടിയ നദി ഏതാ കേരളത്തിലെ? യെസ്, പെരിയാർ ആണ് അല്ലേ. പെരിയാർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. രണ്ടാമത്തെ ഭാരതപ്പുഴയാണ്. മൂന്നാമത്തതോ? അപ്പൊ ഭാരതപ്പുഴ ഫസ്റ്റ് വരുന്ന ഓപ്ഷൻസ് വേണം നമുക്ക് എടുക്കാൻ. അപ്പൊ ഓപ്ഷൻ എ ഡിലീറ്റ് ആയി പോയി. ബാക്കി എല്ലാത്തിലും ഭാരതപ്പുഴ തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. ഇനി അടുത്തത് ഏതാ? പമ്പയാണ് അല്ലേ. തേർഡ് ലോങ്സ്റ്റ് റിവർ എന്ന് പറയുന്നത് പമ്പയാണ്. അപ്പൊ പമ്പ സെക്കൻഡ് ഓപ്ഷൻ വരണം. അപ്പൊ ഈ രണ്ട് ബിയിലേക്കും ഡിയിലേക്കും നമ്മൾ ചുരുങ്ങി. ഇനി ചാലിയാറാണോ ചന്ദ്രഗിരി ആണോ വലുത് എന്നറിഞ്ഞാൽ മതി. ചാലിയാർ ആണ് വലുത്. ചാലിയാർ ഫോർത്ത് ലോങ്സ്റ്റ് റിവർ ആണ് കേരളത്തിലെ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? അത് കഴിഞ്ഞ് 2 വരുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, ചന്ദ്രഗിരി, ഇതാണ് കറക്റ്റ് ഓർഡർ. അപ്പൊ ഭാരതപ്പുഴ എന്ന് പറയുന്നത് കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ആണ്. 209 കിലോമീറ്റർ അല്ലെങ്കിൽ 129 മൈലാണ് ഭാരതപ്പുഴയുടെ നീളം. അതുപോലെ പമ്പ തേർഡ് ലോങ്സ്റ്റ് റിവർ ആണ് കേട്ടോ. 179 കിലോമീറ്റർ തൊട്ട് 109 മൈലാണ്, അല്ലെങ്കിൽ 109 മൈലാണ് പമ്പയുടെ നീളം. ചാലിയാർ നാലാമത്തെ ഫോർത്ത് ലോങ്സ്റ്റ് റിവർ ആണ്. 169 കിലോമീറ്റർ അല്ലെങ്കിൽ 105 മൈലാണ് ചാലിയാറിന്റെ നീളം. ചന്ദ്രഗിരിപ്പുഴ 105 കിലോമീറ്റർ ഉള്ള ഒരു പുഴയാണ് കേട്ടോ. അപ്പൊ ഇത് റിലേറ്റീവ്ലി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാച്ച് ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2.
ചേരുംപടി ചേർക്കലാണ് ലിസ്റ്റ് വണ്ണില് കുറച്ച് ഡാമുകളാണ് ഉള്ളത്. ലിസ്റ്റ് 2 ഈ ഡാമുകളൊക്കെ ഏത് നദിയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്? കുറച്ച് റിവേഴ്സ് ഉണ്ട്, അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഡാമുകള് പോത്തുണ്ടി, പെരിങ്ങൽകുത്ത്, ചെങ്കുളം, പേപ്പാറ. റിവേഴ്സ് കരമന, ചാലക്കുടി, ഭാരതപ്പുഴ, മുതിരപ്പുഴ. ട്രൈ ചെയ്ത് നോക്കിയേ. പോത്തുണ്ടി ഡാം ഏത് ജില്ലയിലാണ്? ആദ്യമേ പോത്തുണ്ടി ഡാം പാലക്കാട് ജില്ലയിലാണ്. അപ്പൊ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഏതാ ഇതിനകത്തെ? ഭാരതപ്പുഴയാണ് അല്ലെ? അപ്പൊ A3 ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. A3 ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഏതാ ഉള്ളത്? ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ആൻസർ കിട്ടി. പോത്തുണ്ടി പാലക്കാടാണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി പെരിങ്ങൽകുത്ത് ചാലക്കുടി പുഴയിലാണ്. പെരിങ്ങൽകുത്ത് ഡാം ചാലക്കുടി പുഴയിലാണ്. പിന്നെ ചെങ്കുളം ഡാം ഏത് പുഴയാണ്? മുതിരപ്പുഴയാണ്. പെരിയാറിന്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള മുതിരപ്പുഴയിലാണ് ചെങ്കുളം ഡാം സ്ഥിതി ചെയ്യുന്നത്. പേപ്പാറ ഡാം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നത്. അത് കരമനയാറിലാണ് പേപ്പാറ ഡാം ഉള്ളത്. നമുക്ക് ആൻസേഴ്സ് ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം. പോത്തുണ്ടി ഡാം ഭാരതപ്പുഴയിലാണ്. അപ്പൊ പോത്തുണ്ടി ഡാം കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറികളായിട്ടുള്ള മീനച്ചിലാതി പുഴ, അതുപോലെ പടിപ്പുഴ, ഈ 2 റിവേഴ്സിലായിട്ടാണ് പോത്തുണ്ടി ഡാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഭാരതപ്പുഴ റിവർ സിസ്റ്റത്തിൽ തന്നെയാണ് പോത്തുണ്ടി ഡാം ഉള്ളത്. രണ്ടാമത്തെ ഡാം പെരിങ്ങൽകുത്ത് ഡാമാണ്. പെരിങ്ങൽകുത്ത് ഡാം ചാലക്കുടി പുഴയിലാണ് കേട്ടോ. ചാലക്കുടി പുഴയില് തൃശ്ശൂർ ജില്ലയിലാണ് പെരിങ്ങൽകുത്ത് ഡാം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തത് ചെങ്കുളം ഡാം ആണ്. ചെങ്കുളം ഡാം മുതിരപ്പുഴയിലാണ്. മുതിരപ്പുഴ എന്തിന്റെ ട്രിബ്യൂട്ടറി ആണ്? ഏത് വലിയ റിവർ സിസ്റ്റത്തിന്റെ ട്രിബ്യൂട്ടറി ആണ്? പെരിയാർ കേട്ടോ. പെരിയാർ റിവർ സിസ്റ്റത്തിന്റെ ട്രിബ്യൂട്ടറി ആണ് മുതിരപ്പുഴ. അതുപോലെ തന്നെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ചെങ്കുളം ഡാമില് ഉണ്ട്. അതുപോലെ പേപ്പാറ വന്യജീവി സങ്കേതം ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡാമും ഉണ്ട്. കരമനയാറാണ്. അപ്പം പേപ്പാറ ഡാം ഇസ് മേസണറി ഗ്രാവിറ്റി ഡാം ആണ് കേട്ടോ. പേപ്പാറ ഡാം ഒരു ഗ്രാവിറ്റി ഡാം ആണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തില് കുടിവെള്ളത്തിനുള്ള മെയിൻ സപ്ലൈ പേപ്പാറ ഡാമിൽ നിന്നാണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യം ഇതാണ്: കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കാലുകൾ അണുവിമുക്തമാക്കുന്നതിന് സാനിമാറ്റ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത്? A. ബാംബു കോർപ്പറേഷൻ, B. കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ, C. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, ഓപ്ഷൻ ഡി കേരള കയർ കോർപ്പറേഷൻ. ഇവരിൽ ആരാണ് സാനിമാറ്റ് എന്ന ഉൽപ്പന്നം വികസിപ്പിച്ചെടുത്തത്? ഇതിന്റെ ഉത്തരം കേരള കയർ കോർപ്പറേഷൻ ആണ് കേട്ടോ. അപ്പൊ COVID-19 ടൈമില് നമ്മുടെ കാലുകൾ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഈ കയർ മാറ്റ് ഉണ്ടല്ലോ, ചവിട്ടി, അപ്പൊ ഇതിനകത്ത് അണുനാശിനി ലൈനി ഒഴിച്ചു വെച്ച് അതിനകത്ത് നമ്മൾ ചവിട്ടുമ്പോൾ നമ്മുടെ കാലുകൾ അണുവിമുക്തമാവും. ഇതാണ് ബേസിക്കലി സാനിമാറ്റ് എന്ന പ്രോഡക്റ്റ്. അപ്പോൾ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ഇത് വ്യാപനം തടയാനായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നു. സാനിമാറ്റ് ഉണ്ടാക്കിയതാരാ? കേരള കയർ കോർപ്പറേഷൻ ആണ് കേട്ടോ. ഒരു വൈറ്റ് ഗസ് എടുത്ത് നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കിട്ടും. അടുത്തത് arrange the following districts based on population in descending order based on 2011 സെൻസസ്. അപ്പൊ 2011 സെൻസസിലെ ജനസംഖ്യയെ അടിസ്ഥാനമാക്കി താഴെ പറയുന്ന ജില്ലകളെ അവരോഹണ ക്രമത്തിൽ ക്രമീകരിക്കുക. ഡിസെൻഡിങ് ഓർഡറിലാണ് പറയുന്നത്. അതായത് ഏറ്റവും കൂടിയ ജില്ല വേണം ആദ്യം വരാൻ. 2011 സെൻസസ് പ്രകാരം അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഫോളോ ചെയ്യുന്ന. കാരണം പുതിയൊരു സെൻസസ് വരുന്നവരെ അത് തന്നെയായിരിക്കും നമ്മൾ അത് തന്നെ വെച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ജില്ലകൾ ഏതൊക്കെയാ? ഓപ്ഷൻ എയില് മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂരും ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാ? നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഈ ക്ലാസ്സിൽ തന്നെ. ഏതായിരുന്നു? മലപ്പുറം ആണ്. ഒബ്വിയസ്ലി ഫസ്റ്റ് ആൻസർ മലപ്പുറം തന്നെയാണ്. ഇനി അടുത്ത ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാ? എറണാകുളം, തൃശ്ശൂർ, തിരുവനന്തപുരം. ഈ 3 ബാക്കിയുള്ളത്. തിരുവനന്തപുരമാണ് കേട്ടോ. മലപ്പുറം, അതിനുശേഷം തിരുവനന്തപുരമാണ്. അപ്പൊ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയും സിയും കിട്ടി. ഇനി എറണാകുളം ആണോ തൃശ്ശൂരാണോ അടുത്തത്? എറണാകുളമാണ്. അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ വരത്തുള്ളൂ.
അപ്പോൾ കറക്റ്റ് ആൻസർ എ ആണ്. മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ. എന്നാൽ ഏറ്റവും ജനസാന്ദ്രത ഏറിയ ജില്ല ഏതാണ് ഈ കൂട്ടത്തിലെ? തിരുവനന്തപുരമാണ് കേട്ടോ. ജനസംഖ്യ കൂടുതലുള്ളത് മലപ്പുറത്താണെങ്കിൽ ജനസാന്ദ്രത പോപ്പുലേഷൻ ഡെൻസിറ്റി അത് കൂടുതലുള്ളത് തിരുവനന്തപുരത്താണ്. അപ്പോൾ മലപ്പുറം, തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ. നമുക്ക് കുറച്ച് പോപ്പുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് 2011 സെൻസസ് പ്രകാരമുള്ളത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോവാം. കേരളത്തിന്റെ ജനസംഖ്യ 3,33,87,677 ആണ് കേട്ടോ. ആസ് പെർ 2011 സെൻസസ് ആണ്. 2011 സെൻസസ് ഇപ്പൊ എന്തായാലും കൂടിയിട്ടുണ്ടാവും. പോപ്പുലേഷൻ ഡെൻസിറ്റി ജനസാന്ദ്രത എന്ന് പറയുന്നത് 859 പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. 859 പേഴ്സൺ പെർ സ്ക്വയർ കിലോമീറ്റർ. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 859 പേര് താമസിക്കുന്നുണ്ട്. എല്ലായിടത്തും ഈക്വൽ അല്ല, ബട്ട് ഓൺ ആൻ ആവറേജ്. അതുപോലെ ഈ ഇന്ത്യൻ സ്റ്റേറ്റ്സിന്റെ ഇടയിൽ കേരളത്തിന് പോപ്പുലേഷന്റെ കാര്യത്തിൽ 13ാം സ്ഥാനമാണ്, 13th റാങ്ക് ആണ്. എന്നാൽ ഏരിയയുടെ കാര്യത്തിൽ 21st റാങ്ക് ആണ് കേട്ടോ കേരളത്തിന്. കേരളം വിസ്തൃതിയുടെ കാര്യത്തിൽ 21ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. എന്നാൽ ജനസംഖ്യയുടെ കാര്യത്തിൽ 13ാം സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ജനസാന്ദ്രത എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. 3ാമത്തെ സംസ്ഥാനമാണ് ജനസാന്ദ്രതയുടെ കാര്യത്തിൽ. കേരളത്തിന് 3ാം സ്ഥാനമുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ട് ആണ്. അടുത്തത് കേരളത്തിന്റെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 4.9% കേട്ടോ. 4.9%. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? മലപ്പുറം. നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് മലപ്പുറത്താണ്. ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ളത് വയനാടാണ്. അതുപോലെ ഏറ്റവും കുറവ് ജനസംഖ്യ വളർച്ചാ നിരക്കുള്ളത് പത്തനംതിട്ടയിലാണ്. ഇവിടെ മൈനസ് നിരക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കുറവ് വളർച്ചാ നിരക്കുള്ളത് പത്തനംതിട്ടയിലാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ആണ് ഉളിയാഴത്തുറ. ഉളിയാഴത്തുറ തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ള ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അതുപോലെ തന്നെ ഇത് ഹയസ്റ്റ് അല്ല കേട്ടോ, ലോവസ്റ്റ് ആണ്. ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളത് ഇടുക്കിയിലാണ്. ഏറ്റവും കുറവ് ജനസാന്ദ്രതയുള്ളത് ഇടുക്കിയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. Which of the following phenomena contributes to the orographic effect that significantly impacts the rainfall distribution in Kerala, particularly in Western Ghats? ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഏത് പ്രതിഭാസമാണ് കേരളത്തിലെ മഴയുടെ വിതരണത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ആ വെസ്റ്റേൺ ഘാട്ട്, ആ പശ്ചിമഘട്ട മേഖലയിൽ ചോദിച്ചേക്കുന്നേ? ഫസ്റ്റ് ഓപ്ഷൻ ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ITCZ ആണ്. ബി ദി എൽ നിനോ സദേൺ ഓക്സിലേഷൻ, ENSO. സി ബ്ലോക്കിംഗ് ഓഫ് മോയ്സ്ചർ ലേഡൻ വിൻഡ്സ് ബൈ മൗണ്ടൻ റേഞ്ചസ്, മലനിരകൾ ഈർപ്പവുമായി വരുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തുന്നു. ഡി ഷിഫ്റ്റ് ഇൻ ട്രേഡ് വിൻഡ്സിൽ വരുന്ന, വാണിജ്യവാദങ്ങളിൽ വരുന്ന ഷിഫ്റ്റ് മാറ്റങ്ങൾ ഏതായിരിക്കും? വെസ്റ്റേൺ ഘാട്ട്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. വെസ്റ്റേൺ ഘാട്ട്സ് ഒരു ബാരിയർ ആണ് അല്ലെ? സൗത്ത് ഇന്ത്യൻ പെനിൻസുല എന്ന് വിചാരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് വരുന്ന കാറ്റിനെ ഒരു മലനിരകൾ, ഒരു ബാരിയർ, ഈ മലനിരകൾ ഒരു ബാരിയർ പോലെ തടഞ്ഞു നിർത്തി വെസ്റ്റേൺ കോസ്റ്റിലേക്ക് മുഴുവൻ മഴ എത്തിക്കുന്നുണ്ട്. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ദി ബ്ലോക്കിംഗ് ഓഫ് മോയ്സ്ചർ ലേഡൻ വിൻഡ്സ് ബൈ മൗണ്ടൻ റേഞ്ചസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എയും ബിയും ഡിയും ഒക്കെ ഇന്ത്യയുടെ ക്ലൈമറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇവിടെ പർട്ടിക്കുലർലി ഇൻ വെസ്റ്റേൺ ഘാട്ട്സ് റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താ? ബ്ലോക്കിംഗ് ഓഫ് മോയ്സ്ചർ ലേഡൻ വിൻഡ്സ് ബൈ മൗണ്ടൻ റേഞ്ചസ് ആണ്. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്ററിലേക്ക് വരുന്നു. ഇവിടെ കൊറിയോലിസിസ് പ്രഭാവം പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ? അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വിൻഡ് ഇങ്ങോട്ട് ഡിഫ്ലക്റ്റഡ് ആവുന്നു. ഈസ്റ്റ് ഭാഗത്തേക്ക് ഡിഫ്ലക്റ്റഡ് ആവും. കൊറിയോലിസിസ് പ്രഭാവം നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റുകളെ വലത്തോട്ടാണ് ഡിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നത് കേട്ടോ. അങ്ങനെ കാറ്റ് ഇവിടെ എത്തി വലത്തോട്ട് ഡിഫ്ലക്റ്റ് ആവുന്നു. വലത്തോട്ട് ഡിഫ്ലക്റ്റ് ആയിട്ട് എങ്ങോട്ട് എത്തുന്നു? ഇങ്ങോട്ട്, അതായത് ഇന്ത്യൻ പെനിൻസുലയുടെ ഭാഗത്തേക്ക് എത്തുന്നു. അറബിക്കടലിൽ ആദ്യം എത്തിച്ചേരുന്നു, ഇവിടെ എത്തും. അപ്പൊ ഇവിടെ ആരുണ്ട്? ഇവിടെ ആരാണുള്ളത്? ഇവിടം തൊട്ട് ഇവിടം വരെ നമ്മുടെ വെസ്റ്റേൺ ഘാട്ട്സ് ഉണ്ട് കേട്ടോ. വെസ്റ്റേൺ ഘാട്ട്സ് ഉണ്ട്. അപ്പൊ ഇവര് ഈ കാറ്റിനെയൊക്കെ തടഞ്ഞു നിർത്തി കേരളത്തിനും മറ്റുമായിട്ട് മഴ നൽകുന്നു. 2 ബ്രാഞ്ചായിട്ട് മാറുന്നുണ്ട്. ഈ മൺസൂൺ അറബിക്കടലിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് 2 ബ്രാഞ്ചായിട്ട് മാറുന്നുണ്ട്. ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ചും മറ്റൊന്ന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഇങ്ങോട്ട് ബംഗാൾ ആ ഒരു ഏരിയയിൽ, അവിടെയുള്ള ഏരിയാസിലാണ് മഴ കൊടുക്കുന്നത്. നമ്മുടെ അറേബ്യൻ സീ ബ്രാഞ്ച് ആണ് വെസ്റ്റേൺ കോസ്റ്റ് മഴ കൊണ്ടു തരുന്നത്. ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം തന്നെ PSC ചോദിച്ചിട്ടുള്ള PYQs ആണ് കേരള ജോഗ്രഫിയിൽ നിന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും റിവൈസ് ചെയ്യുക കേട്ടോ. എക്സാമിന് പോകുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് എടുത്ത് ഈ PYQs ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ സ്ലൈഡ്സിൻ്റെ എല്ലാം തന്നെ PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. PSC MCQ സോണിന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ടേക്കാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.